സമീപകാലത്തായി കേരളത്തിൽ കണ്ടുവരുന്നൊരു പ്രവണതയാണ് എന്തിലും ഏതിലും മതം കലർത്തുക എന്നത്. അതിപ്പോൾ സ്പോർട്സിലും സംഭവിക്കുകയാണ്. കേരളത്തിൽ എല്ലാ ഫുട്ബോൾ ലോകകപ്പ് കാലത്തും ആരാധകർ തമ്മിൽ വലിയ തോതിലുള്ള സോഷ്യൽ മീഡിയ പോരാട്ടങ്ങളും ഫ്ലക്സ് യുദ്ധവും ഉണ്ടാവാറുണ്ട്. ബ്രസീൽ, അർജന്റീന എന്നിവരുടെ ആരാധകരാണ് മലയാളികളിൽ ഏറെയും. അത് കഴിഞ്ഞാൽ പോർച്ചുഗൽ, ജർമ്മനി, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ഇറ്റലി, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളും അവർക്കൊക്കെ ഇവിടെ ആരാധകരുണ്ട്. സൂപ്പർ താരങ്ങളായ മെസ്സി, നെയ്മർ, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരുടെ പേരിൽ ഇവിടെ ഫ്ലെക്സുകളും കൂറ്റൻ കട്ടൗട്ടുകളും ഉയരാറുണ്ട്. പക്ഷേ ഈ ഫാൻ ഫൈറ്റ് ഒന്നും മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ പേരിലല്ല. എന്നാൽ ഇത്തവണ അർജന്റീനയും സൂപ്പർ താരം ലയണൽ മെസ്സിയും കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ നിന്നടക്കം വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് പാത്രമാവുകയാണ്. അൾജീരിയയെ 3 ഗോളിന് അർജന്റീന തോൽപ്പിക്കുകയും മെസ്സി ഹാട്രിക് നേടുകയും ചെയ്തതോടെ ഇസ്രയേൽ ബന്ധത്തിന്റെ പേരിൽ അർജന്റീന വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമാവുകയാണ്. ഒരു വിഭാഗം തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് ഇതിന് പിന്നിൽ. ഹമാസിനെയും IRGCയെയും ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചവരാണ് അർജന്റീനയെന്നും ഇസ്രയേൽ അധിനിവേശത്തിന് മൂട് താങ്ങുന്നവർക്ക് പിന്തുണയില്ല എന്നുമുള്ള പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇന്നലെ മുതൽ പ്രചരിച്ച പോസ്റ്റുകൾ. ഒരു വിഭാഗം ഇസ്ലാമിസ്റ്റുകൾ സൂപ്പർ താരം മെസ്സിയെ പോലും വെറുതെ വിടുന്നില്ല, മെസ്സിയുടെ കൈകളിൽ ഗാസയുടെ കുട്ടികളുടെ രക്തമുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ലയണൽ മെസ്സി ഇസ്രയേലിന് കോടിക്കണക്കിന് രൂപ സംഭാവന നൽകിയെന്ന തരത്തിൽ വർഷങ്ങളായി പ്രചരിക്കുന്ന വാർത്തകൾ ഇപ്പോൾ ചിലർ വീണ്ടും കൊത്തിപ്പോക്കുന്നുമുണ്ട്. ഒരു വ്യാജ വാർത്താ വെബ്സൈറ്റിൽ വന്ന പരിഹാസ രൂപേണയുള്ള കുറിപ്പാണ് പിന്നീട് പലരും സത്യം എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. മെസ്സിയോ അദ്ദേഹത്തിന്റെ ചാരിറ്റി സംഘടനയായ ലിയോ മെസ്സി ഫൗണ്ടേഷനോ ഗസയിലെ അതിക്രമങ്ങളെയോ കുട്ടികളുടെ കൂട്ടക്കളിയോ അനുകൂലിച്ചിട്ടില്ല. യുനിസെഫിന്റെ ഗുഡ്വിൽ അംബാസിഡർ എന്ന നിലയിൽ ലോകമെമ്പാടുമുള്ള കുട്ടികളുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് മെസ്സി. കായിക രംഗത്തെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചെടുക്കാൻ മെസ്സി ഒരിക്കലും മുതിർന്നിട്ടുമില്ല. നേരത്തെ കേരളത്തിൽ അർജന്റീന എന്നാൽ ചെഗുവേരയുടെ നാടായിരുന്നു. വിപ്ലവ നായകൻ ഏണസ്റ്റോ ചെഗുവേര ജനിച്ചത് അർജന്റീനയിലാണെന്നത് ശരി. എന്നാൽ ചെഗുവേരയുടെ ജന്മനാട് എന്നതുകൊണ്ട് മാത്രം അർജന്റീന ഒരു ഇടതുപക്ഷ രാഷ്ട്രമാകുന്നില്ല. ഇവിടെ നിലവിലുള്ള തീവ്ര വലതുപക്ഷ ലിബർട്ടേറിയൻ ഗവൺമെന്റാണ്. ഹാവിയ മിലേയാണ് അർജന്റീനയുടെ പ്രസിഡന്റ്. ഈ സർക്കാർ ഇപ്പോൾ ഇസ്രയേൽ അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നത്. പ്രസിഡന്റ് ഹാവിയ മിലെ ഇസ്രയേലുമായി വളരെ അടുത്ത നയതന്ത്ര ബന്ധം പുലർത്തുന്നുണ്ട്. അദ്ദേഹം ഇസ്രയേൽ സന്ദർശിക്കുകയും ഇസ്രയേലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കാൻ ഇസഹാക്ക് കരാർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല അർജന്റീനയുടെ എംബസി ടെലവീവിൽ നിന്നും ജെറുസലേമിലേക്ക് മാറ്റുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ആ ഗവൺമെന്റിന്റെ നിലപാടാണ്, അല്ലാതെ അർജന്റീനിയൻ ജനതയുടേതല്ല. അവരുടെ ഫുട്ബോൾ ടീമിന് ഇതുമായി യാതൊരു ബന്ധവുമില്ല. മറുഭാഗത്ത് അൾജീരിയ എന്ന മുസ്ലിം രാഷ്ട്രം വന്നതോടെയാണ് കേരളത്തിൽ അർജന്റീനയ്ക്കെതിരെ വിദ്വേഷ പ്രചരണങ്ങൾ വരുന്നതെന്നും ഓർക്കണം. അതേസമയം ഇറാൻ ഫാൻസ് എന്നൊരു കൂട്ടർ ഇത്തവണ പൊട്ടിമുളച്ചിട്ടുണ്ട്. കണ്ണൂരിലെ നാറാത്ത് ഉയർന്ന ഒരു ഫ്ലെക്സ് എല്ലാവരും ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതുവരെ കേരളത്തിൽ കേട്ടിട്ടില്ലാത്ത ഇറാൻ ഫാൻസ് ആണ് അത് സ്ഥാപിച്ചത്. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയുടെ ചിത്രവും ഈ ഫ്ലെക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഫ്രീ പലസ്തീൻ എന്ന വാചകവും. എന്തായാലും ഫുട്ബോളിൽ മതവും രാഷ്ട്രീയവും കലരുന്നു എന്നതിന്റെ തെളിവാണ് ഇതെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മാത്രമല്ല ഫ്ലെക്സ് സ്ഥാപിക്കപ്പെട്ട കണ്ണൂർ ജില്ലയിലെ നാറാത്തിൽ നേരത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലന കേന്ദ്രം എന്ന നിലയിൽ കുപ്രസിദ്ധവുമാണ്. മുമ്പൊക്കെ കളിമികവ് നോക്കിയാണ് ഇവിടെ ഫാൻസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പൊടുന്നനെ ഇറാൻ ഫാൻസ് കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. ഇറാനിൽ നിന്ന് കേരളത്തിൽ വരെ അറിയപ്പെടുന്ന ഒരു കളിക്കാരൻ പോലുമില്ല. ലോകകപ്പിൽ ഇറാൻ ഇതുവരെ ഗ്രൂപ്പ് ഘട്ടത്തിനൊപ്പം കടന്നിട്ടില്ല. 18 മത്സരങ്ങളിൽ നിന്നായി 3 വിജയങ്ങളും 4 സമനിലകളും 11 തോൽവികളുമാണ് അവരുടെ സമ്പാദ്യം. പക്ഷേ ഏഷ്യൻ നിലവാരം വെച്ച് നോക്കുമ്പോൾ ശക്തമായ ഫുട്ബോൾ ടീമുകളിലൊന്നാണ് ഇറാൻ എന്നത് സത്യം. പക്ഷേ നിലവിൽ അർജന്റീനയ്ക്കെതിരെ നടത്തുന്ന ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ കൃത്യമായ മതപരതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.